ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ആസിക്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി പരിപാടി, വേറെ ഒന്നുമല്ല കേട്ടോ. അത്യാവശ്യം വണ്ടിക്ക് ചെറിയൊരു മെയിൻ്റെനൻസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച്. കാരണം നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആണല്ലോ മുഖ്യം. സേഫ്റ്റി മുഖ്യമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചെറിയ പരിപാടി ചെയ്യാമെന്ന് ഓർത്ത്. വേറെ ഒന്നുമല്ല, വണ്ടിയുടെ ജോയിൻറ്റുകൾ ചെറിയ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അനാവശ്യമായിട്ടുള്ളൊരു പണിയായിട്ട് വേണമെങ്കിൽ കൂട്ടാം, അതല്ലെങ്കിൽ അത്യാവശ്യമായിട്ടും കൂട്ടാം. രണ്ട് രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വണ്ടി കൊടുക്കാൻ വേണ്ടി പോണതാണ്. എല്ലാം സ്പെയർ പാർട്സ് എല്ലാം ജീപ്പിൻ്റെ പുതിയ മേടിക്കണേക്കാളും സെക്കൻഡ് തന്നെ കിട്ടാനുണ്ട്. അതുകൊണ്ട് സെക്കൻഡാണ് ഇപ്പോൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ഇത് നമ്മുടെ ജീപ്പിലാണ് പോകുന്നത്. പുലിക്കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല. നിലവിൽ ഞാൻ ഇത്രയും ഭയങ്കരതല്ല ഈ കണ്ടീഷനിൽ വെച്ചിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഗിയർ മാറുമ്പോൾ ഒരു ടെക് ടെക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ജോയിൻറ്റിൽ നിന്ന് ഹൗസിങ്ങിലേക്ക് ഗിയർ ബോക്സിൽ നിന്നും പോകുന്ന ജോയിൻറ്റിൻ്റെ ആയിരുന്നു ആ സൗണ്ട്. അപ്പോൾ അത് നമുക്കത് ചേഞ്ച് ചെയ്ത് ആ ഒരു സൗണ്ട് മാറ്റിയെടുക്കാം. അതുപോലെ ഫ്രണ്ടിലത്തെ ഹൗസിങ്ങിൽ നിന്ന് രണ്ട് ടയർ ഭാഗത്തേക്ക് വരുന്ന ജോയിൻ്റ് ഉണ്ട്. ആ ഒരു പീസിൻ്റെ അറ്റത്തുള്ള ത്രെഡ് തേഞ്ഞ് കുറഞ്ഞിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റാം. അത് നിലവിൽ അങ്ങനെ ഇരിക്കുമ്പോൾ 4 വീൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടയറൊന്ന് കൈ കൊണ്ട് കറക്കി വെക്കുമ്പം ഒരു പകുതിയോളം ചുമ്മാ പ്ലേ ആയിട്ട് ചുമ്മാ കിടന്ന് കറങ്ങുവാണ്. അത് ആ ത്രെഡ് പോയി തീർന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിലിങ് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഒത്തിരി പേര് സംശയമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക്ഷോപ്പ് എവിടെയുള്ളതാണ്. ഇതിപ്പോൾ മങ്ങാട്ടുകലയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ KKR ജംഗ്ഷനിലേക്ക് നമ്മൾ റൈറ്റിലോട്ട് തിരിയുവാണ്. ഈ റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒത്തിരി വർക്ക്ഷോപ്പുകളും ബാറ്ററി കട അങ്ങനെ കുറേ പരിപാടി ഇവിടെ ഉണ്ട്. ബൈക്കിൻ്റെ ആണ്, കാറിൻ്റെ ആണ്, എല്ലാം ഉണ്ട്. കണ്ടോ, ഇവിടുന്ന് ഈ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഉള്ളത്. കണ്ടോ, ഇവരുടെ ലെഫ്റ്റ് തിരിഞ്ഞ് കയറി വീണ്ടും ലെഫ്റ്റ് തന്നെ കയറി. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ വണ്ടിയൊക്കെ നിറച്ച് കിടക്കുവാണ്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ. അപ്പോൾ വർക്ക്ഷോപ്പ് നിറച്ച് വണ്ടിയാണ്. നമ്മളെന്തായാലും പറഞ്ഞിട്ടുണ്ട്, സ്ഥിരം കസ്റ്റമറായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറ്റി ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ അവരൊരു സ്പേസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ വണ്ടി എൻ്റെ അതേ കയറ്റിയിട്ടു. കാരണം അതിൻ്റെ ടയർ നമുക്കിപ്പോൾ കുഴപ്പമില്ല, പക്ഷേ കുറേ ഓടിക്കഴിയുമ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോഴും അതിൻ്റെ പല്ലുവെല്ലാം പൊട്ടിപ്പോകും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് മാറാമെന്ന് വെച്ചത്. ടയർ അഴിച്ച് മാറ്റണം. ടയർ അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന പീസാട്ടോ. എൻ്റെ പേരെനിക്ക് എന്നാണെന്നറിയാൻ പാടില്ല. അതിൻ്റെ ലീഫോ അങ്ങനെ എന്തോ കണ്ടോ. ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് സെറ്റാണ് സാധാരണ. അതല്ലാണ്ട് വേറെ എന്തോ ഒരു പേര് അവർ പറഞ്ഞു. ഇവരുടെ ഭാഷയിൽ കൈ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റിലേക്ക് വരുന്നൊരു പീസാണ് നമ്മുടെ ഹൗസിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഹൗസിങ്ങിൽ നിന്ന് നമ്മുടെ ഗിയർ ബോക്സിലേക്ക് വരുന്ന ഇതുണ്ടല്ലോ ജോയിൻറ്റ്. അപ്പോൾ ആ പീസാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. അതിൻ്റെ അകത്തൊരു സ്റ്റാർ പോലത്തെ ഒരു സാധനമുണ്ട്, അത് ലൂസാണ്. പിന്നെ അതിൻ്റെ അകത്ത് ത്രെഡുള്ള കുറച്ച് പീസുണ്ട്, കണ്ടോ, ഊരിയെടുത്തു നമ്മളെ. അപ്പോൾ അതിൻ്റെ എൻഡിൽ വരുന്ന ഈ പീസാണ് നമുക്ക് മാറേണ്ടത്. വിളക്കുവായിരുന്നല്ലേ. അതിൻ്റെ ആ സൗണ്ടാണ് കേട്ടുകൊണ്ട് തന്നെ കണക്കണെന്ന് പറഞ്ഞിട്ട്. നീളം കൂടുതലാണോ കുറവാണോ? നമ്മൾ മേടിച്ച പീസിന് ഇച്ചിരി നീളം കുറവായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടോണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ആ ത്രെഡുകൾ ലൂസായി പോയിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ പൊട്ടിയിരിക്കണ പോലെ കണ്ടോ. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഇതിനുണ്ട്. അത് എപ്പോഴും നമുക്ക് ചെയ്യേണ്ട റിപ്പയറിംഗ് ഒന്നും അല്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഡാമേജ് കാണിച്ചാൽ മാത്രം ചെയ്താച്ചാൽ മതി. ഞാൻ ഈ മെയിൻ്റനൻസ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് ജീപ്പിന് ഇങ്ങനെ ഒരു പണി ഉണ്ടെന്ന് ഓർക്കേണ്ട. അതുകൊണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിന് ആ പീസ് നമ്മൾ മേടിച്ചത് അവിടെ എടുത്ത് വെക്കണം, ലൈത്തിൽ കൊടുത്ത്. അതിപ്പോൾ അവർ തന്നെ എടുത്ത് കൊടുത്തോളും. അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ പീസ് നമ്മൾ മേടിച്ചേക്കണേ കേട്ടോ. ഇതിന് ഫുള്ള് ഇതിപ്പോൾ നോക്കിക്കോ, ഇതിനകത്ത് ഫുള്ളായിട്ട് തന്നെ നല്ല ത്രെഡ് നന്നായിട്ട് തന്നെ ഇതിനകത്ത് കാണാൻ പാകത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് അഴിച്ച് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയും കൊണ്ട് നമുക്ക് നോക്കാം. എന്തായാലും ടയർ എന്തായാലും അഴിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ചെറിയ വേറെ പണിയുണ്ട് കേട്ടോ. കാരണം റൈറ്റ് സൈഡിൽ നമ്മൾ ഡ്രൈവർ സൈഡിലേക്ക് ചവിട്ടി കയറുന്ന ചവിട്ടുപൊടി ഉണ്ടല്ലോ, ചവിട്ടുപൊടി അത് ഇളകി കിടക്കുകയാണ്. അതും നമ്മുടെ തകിടിൻ്റെ ഉള്ളിൽ ഇളക്കം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ടോ, പ്ലേറ്റ് സെറ്റ് വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബെൽറ്റ്, അത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഇതിലത് തട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വളച്ച് വെക്കണം, അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ അത് കുഴപ്പമില്ല, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വളയ്ക്കാവുന്നേ ഉള്ളൂ.
ഈ നീല കളറിൽ മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കണോണ്ട് ഒരു സുഖമില്ലാന്ന് മനസ്സിലായി. പക്ഷേ സംഭവം ഇതാണ്, നീല പടുതയുടെ ഉള്ളിലായതുകൊണ്ടാണ് ആ നീല കളർ, പുറത്ത് നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് അഴിക്കുന്നുണ്ട്. പുതിയ അടിമക്കണ്ണ കേട്ടോ ഇവിടുത്തെ. ഈ പീസാണ് നമുക്ക് മാറിയെടുക്കേണ്ടത്. ഇതിന് മൊത്തം നമ്മുടെ ബ്രേക്ക് സെറ്റ് എല്ലാം കൂടി അഴിച്ച് പുറത്തെടുത്ത് അതുമാത്രമായിട്ടൊരു പീസാക്കി എടുക്കണം. നല്ല പണിയുണ്ട് മൊത്തം അഴിച്ചെടുക്കൽ. ഇതാണ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ളത്. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് നോക്കിയപ്പോൾ തന്നെ തീർന്നിരുന്നു. അതുകൊണ്ട് 2 സൈഡും കൂടെ ഒരുമിച്ച് മേടിച്ചു, ഒരുമിച്ച് മാറിയേക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മാറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഴിക്കുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലത്തേനും പ്രശ്നമാണെങ്കിൽ അതും പാടാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. ഒരു ടയർ അഴിച്ചപ്പോൾ തന്നെ 2 സൈഡും മാറിക്കൊള്ളാൻ ഞാൻ പറയുകയും ചെയ്തത്. അങ്ങനെ 2 സാധനവും പോയി തപ്പിയെടുത്ത് കിട്ടി. എന്തായാലും നല്ല സാധനം കിട്ടിയിരിക്കുന്നത്. എന്തായാലും അവിടെ ആശാൻ അയച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ചവിട്ടുപടി പൊട്ടിയിരിക്കുക, അതും വെൽഡ് ചെയ്യണം. അതൊന്ന് മേടിക്കാമെന്ന് വെച്ചെന്ന് നോക്കിയപ്പോൾ ഇതിന് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം പിന്നെ മാറ്റണം, സീറ്റ് അഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടി ആയതുകൊണ്ട് പിന്നെ തൽക്കാലത്തേക്ക് അത് വേറെ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്ത് വെക്കാം എന്നോർത്തു. അത് അഴിച്ചിട്ടുണ്ട്. ഇത് താഴത്തേക്ക് തൂങ്ങിറങ്ങുന്ന സാധനം കണ്ടു. അതാണ് സംഭവം. ഇത് പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ചത്. ഇത് നമ്മൾ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് കയറ്റി ഇട്ടിട്ട് ഇളക്കി നോക്കിയപ്പോഴേക്കും അതിൻ്റെ അകത്ത് ലൂസുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ത്രെഡും കൂടി മാറേണ്ടി വരും ഇത് കയറണമെങ്കിൽ. അല്ലെങ്കിൽ ഈ പീസ് മാത്രം മാറിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഈ താഴേക്കായി കിടന്ന് ഓടി കാരണം നമ്മൾ ഗിയർ ഇടുമ്പോഴേക്കാണ് ഒരു ടൈറ്റാണെങ്കിൽ ടൈറ്റിൽ പിടിച്ചങ്ങ് പോക്കുള്ളൂ. അത് ലൂസായി കഴിയുമ്പോഴേക്കും പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനവും കൂടെ പൊട്ടിപ്പോകും. ആ പീസാണ് പൊട്ടിപ്പോകും. അപ്പോൾ അത് അഴിച്ച് ഇതുപോലെ പയ്യെ മുട്ടി വേണം അഴിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ പിന്നെ ലൂസായി പോയിക്കൊണ്ടിരിക്കും, പുതിയതിട്ടിട്ടും കാര്യമില്ല. നമ്മുടെ സാധനം ജോയിൻറ്റ് വെൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത് പുതിയ പീസ് വെച്ചേക്കണതാണ്. മറ്റേത് ലൂസായി പോയായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത പീസ് കാണിക്കാമെന്ന് വെച്ചപ്പോൾ അത് അവിടെ ലൈറ്റിൽ തന്നെ അത് ഇട്ടിട്ട് വന്നു. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അഴിച്ച് ചെറിയ സെറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കുവാണ്. അതിൻ്റെ അകത്തു നിന്നുള്ള ആ സ്റ്റാർ പോലത്തെ സാധനം അതും എൻ്റെ അത് ചെറിയൊരു ലൂസിങ് ഉണ്ടായിരുന്നു, അത് ഊരി മാറ്റി. അപ്പോൾ നമ്മൾ മേടിച്ച പീസ് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊന്നും മൊത്തം പീസൊക്കെ ടൈറ്റ് ചെയ്ത് നിറച്ച് നന്നായിട്ട് തന്നെ. ചെളിയും പാടൊന്നും പാടില്ല കേട്ടോ, അല്ലെങ്കിൽ മൊത്തം കരാറാന്നായി പോകും. അതുകൊണ്ട് അതെല്ലാം ഊരി മാറ്റി നല്ല നീറ്റായിട്ട് തന്നെ ഗ്രീസെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് കയറണേ. അതുകൊണ്ട് ഒന്നും കുറയ്ക്കണ്ട, എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തോട്ടൊന്നും പറഞ്ഞോണ്ട് വാരി പൊത്തുക. ഇതാണ്ടോ ചവിട്ടി കുടിഞ്ഞിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മളിപ്പോൾ മേടിച്ചതല്ല, നമ്മളിത് മാറിയ പീസ്. 2 സൈഡിലേക്ക് ഊരി കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ. ത്രെഡൊക്കെ പകുതി കൂടുതൽ തീർന്നു. ഇതിനകത്ത് നോക്കി ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡിലത്തെയാണ്. ഇത് മറ്റേത് ലെഫ്റ്റ് സൈഡിലത്തെ. ഇത് ലെഫ്റ്റ് സൈഡ്. അതും തേയ്മാനം വന്ന് തുടങ്ങിയിരുന്നു. അതിന് ഷേപ്പൊക്കെ മാറി, ത്രെഡിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടി. അപ്പം അങ്ങനെ കുറച്ച് പ്രോബ്ലം ആയി. എന്തായാലും മാറിയത് തന്നെ നന്നായി. ഇത് കുറേ ഓടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഓടിയെന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ നമ്മൾ 4 വീൽ ഇടുമ്പോൾ പിടുത്തം കിട്ടാണ്ടൊക്കെ വരും. അതിൻ്റെ ഉള്ളിൽ കയറ്റി അതും ഫിറ്റ് ചെയ്തു. ഇന്നും ചെറിയ പണികളൊക്കെയാണ് നമുക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ എന്നാലും നമ്മൾ ചെക്ക് ചെയ്തിടയ്ക്കൊക്കെ നോക്കുന്നത് നല്ലതാണ്. എപ്പോഴൊന്നും വേണ്ട, നമ്മൾ ടയറൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് അഴിക്കുമ്പോൾ നോക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ എനിക്കാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു കുടച്ചിൽ പോലെയായിരുന്നു. അപ്പോൾ നമ്മൾക്കങ്ങ് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ജാക്കിയിൽ വെച്ച് പൊക്കി നിർത്തിയിട്ട് പതുക്കെ ടയറൊന്ന് തിരിച്ചു നോക്കുക ഗിയറിലിട്ടിട്ട്. അപ്പം പ്ലേ ഉണ്ടെങ്കിൽ ഇതായിരിക്കും കംപ്ലൈൻറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിയിൽ കയറി കിടന്നിട്ട് അതിൻ്റെ ജോയിൻറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അതും കിടന്ന് കിണിങ്ങിണെന്ന് പറഞ്ഞിങ്ങനെ ഇല്ലെങ്കിൽ ഒരു പ്ലേ മൊത്തം കിടന്ന് കറങ്ങും. ഇതാണ് ലെഫ്റ്റ് സൈഡിലത്തെ ചവിട്ടി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ 2 പൈപ്പ് മേടിച്ചു ഞാൻ. 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് ബെൻഡ് മേടിച്ചിട്ട് 2 സൈഡിലും വെച്ച് വെൽഡ് ചെയ്ത് സെറ്റാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതും അങ്ങനെ മേടിച്ചു. ഇപ്പുറത്തെ സൈഡിൽ ഒരു പട്ട വെച്ച് വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു. പട്ട വെച്ചിട്ട് വേണം അത് കയറ്റി വെൽഡ് ചെയ്യാൻ. അതിൻ്റെ ഫിറ്റിങ് പൊട്ടിപ്പോയതായിരുന്നു. അതിൻ്റെയും പരിപാടി ചെയ്തുകൊണ്ടിരിക്കണം. വെൽഡ് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാവരും ബാറ്ററിയിൽ നിന്നുള്ള വയറ് പിടിപ്പിക്കുക. നമ്മളിപ്പോൾ ചെയ്യേണ്ട അവർ തന്നെ പിടിപ്പിച്ച് തന്നോളും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റ് കണ്ടോ, ആ ബെൽറ്റ് അടിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. ചവിട്ടുപൊടി വയ്ക്കാമല്ലോ, കിട്ടിലും ചവിട്ടുപൊടിയായി. ഇനി ഒന്ന് ബ്ലാക്ക് പെയിൻറ്റും കൂടി അടിച്ചാൽ മതി. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ സീറ്റ് വെച്ചിട്ട് ആരെയും കാണിച്ചില്ല എന്നൊരു പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്, നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല കിടിലൻ സീറ്റാണ്.
വണ്ടിയുടെ അകത്ത് നോക്കണ്ട കേട്ടോ, നിറച്ച സാധനങ്ങളാണ്. നമ്മുടെ ഫുഡിങ്ങാണ് നമ്മുടെ മെയിൻ. അതിൻ്റെ സാധനം എല്ലാം ഇന്നത് ഇഷ്ടംപോലെ കാണും, കുപ്പിയും വെള്ളവും പാട്ടയും ചെളിയൊക്കെ ആയിട്ട്. ഒന്ന് വർക്ക്ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് കഴുകി ഇറക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത് കണ്ടോ. അങ്ങനെ വീട്ടിൽ കയറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. നമുക്കത് വന്ന വഴിക്ക് കാണാം. പലരും അറിഞ്ഞു എന്ന് മനസ്സിലായി, എന്നാലും നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം, കാണിച്ചു തന്നേക്കാം. എന്തായാലും ഇത്രയും പണിയൊക്കെ കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് ഇളനീരും കുടിക്കാമെന്ന് ഓർത്ത് കയറിയതാട്ടോ. വേറെ വണ്ടിയിലൊന്നും ഇങ്ങനെ കയറി നിൽക്കാൻ പാടാലോ. കണ്ടോ ആ ലുക്ക് കണ്ടോ. ഈ ലുക്കിലൊരു ചേഞ്ച് വരുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ഒരു അപ്ഡേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.